ജമ്മു കശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായുമാണ് വോട്ടെടുപ്പ്. കശ്മീരിൽ ആദ്യഘട്ടം സെപ്റ്റംബർ 18-നും രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും അവസാനഘട്ടം ഒക്ടോബർ 1-നും നടക്കും. ഹരിയാനയിൽ ഒക്ടോബർ 1-നാണ് വിധിയെഴുത്ത്. രണ്ടിടത്തെയും വോട്ടെണ്ണൽ ഒക്ടോബർ 4-നാണ്. കമ്മീഷൻ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതി പ്രഖ്യാപിച്ചത്. സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി അവിടങ്ങളിൽ സന്ദർശിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും വലിയ പ്രാതിനിധ്യമുണ്ടായി. കടന്നെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോലും വോട്ടിംഗ് സാധ്യമാക്കി. ജമ്മു കശ്മീർ, ഹരിയാന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. രണ്ടിടങ്ങളിലും കമ്മീഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കശ്മീരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മികച്ച പ്രതികരണമാണ് കിട്ടിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീരിൽ കണ്ട നീണ്ട പോളിംഗ് നിര ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതിന്റെ തെളിവാണ്. അവിടെ 87.9 ലക്ഷം വോട്ടർമാരാണുള്ളത്. പുതിയ വോട്ടർമാരുടെ എണ്ണം 3.7 ലക്ഷത്തിലധികമാണ്. 74 ജനറൽ സീറ്റുകൾ, 9 ST, 7 SC മണ്ഡലങ്ങളുമാണുള്ളത്. 44.46 ലക്ഷം പുരുഷന്മാരും 44.62 ലക്ഷം സ്ത്രീകളും 169 ട്രാൻസ്ജെൻഡേഴ്സുമാണുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയ. അത് വിജയകരമായി സമാധാനപരമായും പൂർത്തിയാക്കാനായി. രാജ്യം മുഴുവൻ തിരഞ്ഞെടുപ്പ് ഉത്സവമായി ആഘോഷിച്ചു. റെക്കോർഡ് പോളിംഗാണ് വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിൽ 2.1 കോടി വോട്ടർമാരാണുള്ളത്. എല്ലാ പോളിംഗ് ബൂത്തിലും CCTV ക്യാമറകൾ സ്ഥാപിക്കും. തെറ്റായ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യ കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹരിയാന സർക്കാരിന്റെ കാലാവധി നവംബർ 3-ന് അവസാനിക്കും. അതേസമയം 47 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താനുണ്ടെന്നും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ഉടൻ തിരഞ്ഞെടുപ്പുണ്ടാകില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. സാഹചര്യം പരിശോധിച്ച് ഒന്നിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. കാലാവസ്ഥ അടക്കമുള്ള ഘടകങ്ങൾ മാനദണ്ഡമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.